ദേവദേവ വെങ്കടപതി തിരുമല ദേവ ദേവദേവ ദേവ തിരുമല ദേവ വെങ്കടപതി ദേവദേവ. रुक्मा, प्रयागा, आरती टाइम पर आएगो। ये चलियांक मानुई मर्यादाई कायना देवा वेंकटपति. रुक्मा, प्रयागा വന്ന ആരതി തൊഴു. ബപ്പമ്മ പറഞ്ഞത് കേട്ടില്ലേ? చెల్లియో దొగ్గై వడ్డూన సై लगीची तंगेली वर्डीक चुमकोम का बाहेर जमचे पुढे वर्डीक कुर्चंत അംഗേലോ കുലധർമ്മോ. അമ്മ എന്താ ഈ പറയുന്നത്? രുക്മിയെങ്കിലും കഴിയും വേഗം കല്യാണം കഴിച്ച് അയക്കണമെന്നാണ് ആശ. അല്പം സ്ത്രീധനവും കുറച്ച് സ്വർണവും കരുതി വെക്കാതെ എങ്ങനെയാ കല്യാണാലോചനയ്ക്ക് ഒരുങ്ങുക? കർക്കടപ്പണി അംഗേല ഭാഷേന ഉല്ലവും ചാപ്പാണാവേ. വീട്ടിനകത്തും മലയാളത്തിൽ തന്നെ സംസാരിക്കണമെന്നല്ലേ രുക്മിയുടെ പപ്പ പറയുന്നത്? നമ്മളിനി കൊങ്കണ ദേശത്തേക്കൊന്നും പോകാൻ പോകുന്നില്ല. അതുകൊണ്ട് കുട്ടികളെങ്കിലും ശുദ്ധമായ മലയാളം സംസാരിച്ച് പഠിക്കണം. വീട്ടിലും മലയാളം പറയണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ശരി, നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. ഇനി ഞാനും മലയാളത്തിൽ തന്നെ പറയാം, പോരെ? തിരുമൽദേവാ, റുക്മ കുളിച്ചിട്ട് വരുന്നത് കാണാൻ നല്ല രസമായിരുന്നു. അതാണ് ഞാൻ പപ്പടം ഉണക്കാതെ ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പോഴും റുക്മയെ കാണാൻ നല്ല രസം. ധാരണ കമ്മത്തിന്റെ വീട്ടിൽ പോയി ഒരു വെട്ടി ചാണം കൊണ്ട് തരാവോ? എനിക്ക് വയ്യ. പിന്നെ രുക്മേ, പുരയ്ക്കകം ചാണകം മെഴുകണം. ഒരു വെട്ടി ചാണകം എടുത്തോണ്ട് വാ. ബപ്പമ്മ അപ്പുറത്ത് ചാണകം കൊണ്ട് നിട്ടിട്ടുണ്ടല്ലോ. അത് ഞാൻ റോഡിൽ നിന്ന് പെരുക്കിയതല്ലേ. കാളയുടെ ചാണകവും അതിൽ കാണും. തറ മെഴുകാൻ അത് അശുദ്ധമാ. കമ്മത്തിന്റെ വീട്ടിൽ പോയി പശുവും ചാണകം ഒരു വെട്ടി എടുത്തോണ്ട് വാ. ദേ നാരായണപ്പൈ, ഒരു വെട്ടി ചാണകം എടുത്തോണ്ട് തരുമോ? പിന്നെ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. വയസ്സുകൾ പറഞ്ഞ ആര് കേക്കാൻ? ദേവദേവാ വെങ്കടചലപതി. അമ്മേ, എനിക്ക് പപ്പടം. പപ്പടം ഇതേ ഉള്ളു മോളെ. നിനക്ക് യോഗമുണ്ടായിരുന്നെങ്കിൽ പരിപ്പും പപ്പടവും നെയ്യും കൂട്ടി ചോറുണ്ണാമായിരുന്നില്ലേ? നിന്റെയും ചേട്ടത്തിയുടെയും തല കണ്ടതോടെല്ലാം മുടിഞ്ഞില്ലേ? അമ്മ എന്തിന് പെൺകുട്ടികളെ കുറ്റപ്പെടുത്തുന്നു? വീട് ക്ഷയിച്ചതിന് അവരാണോ കുറ്റക്കാര്? പെൺകുട്ടികൾക്ക് കല്യാണം ആകാത്തത് പോലും അവരുടെ കുറ്റം കൊണ്ടാണെന്നാ അമ്മ പറയുന്നത്. അവരുടെ ജാതകദോഷം കൊണ്ടാ. ജാതക ഗുണമുള്ള ബ്രാഹ്മണ പെൺകുട്ടികളുടെ കന്യാദാനം അവര് വയസ്സറിയിക്കും മുമ്പേ നടക്കും. എന്റെ കല്യാണം നടന്നത് 12-ാം വയസ്സിലാ. 20 തികയും മുമ്പേ അമ്മ വിധവയായില്ലേ? അതിനെന്താ? എനിക്ക് അന്ത്യകർമ്മം ചെയ്യാൻ നീ ജനിച്ചതിന് ശേഷമല്ലേ ഞാൻ വിധവയായത്. അതെന്റെ ജാതക ഗുണം കൊണ്ടാ. ഒന്ന് ഞാൻ പറയുന്നു രാമ, വീട് വിറ്റെങ്കിലും പെൺപിള്ളാരുടെ കല്യാണം ഉടനെ നടത്തണം. തെരുവിലുള്ള ആണുങ്ങളൊക്കെ രുക്മയെ നോക്കി വായും പൊളിച്ച് നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. കൃഷ്ണക്കമ്മത്ത്
സമുദായ സ്നേഹം വിചാരിച്ച് എനിക്കൊരു പണി തന്നതുകൊണ്ട് കഞ്ഞി കുടിച്ചെങ്കിലും കഴിയുന്നു. കിടന്നുറങ്ങാനുള്ള ഈ വീടും കൂടി വിറ്റാലും. പ്രായമായ പെൺകുട്ടികളെ വീട്ടിൽ നിർത്തിയാൽ ആപത്താ. പറഞ്ഞില്ലെന്ന് വേണ്ട. ദേവദേവ, തിരുമലദേവ. രുക്മ, രുക്മ. നാരായണപ്പയ്യ എന്താ വന്നത്? രുക്മ തറമഴുകാൻ കുറച്ച് ചാണകം വേണമെന്ന് പറഞ്ഞു. അതാണ് ഞാൻ ചാണകം കൊണ്ടുവന്നത്. അവിടെ വെച്ചിട്ട് പോയിക്കോളൂ. രുക്മ, പൈ ചാണകം കൊണ്ടെന്നല്ലോ, സന്തോഷായി. രുക്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പോയത്. രുക്മയുണ്ട്. അവക്കകത്ത് ജോലിയുണ്ട്. പൈ ചാണകം അവിടെ വെച്ചിട്ട് പൊയ്ക്കോളൂ. പൊയ്ക്കോ, പൊയ്ക്കോ. നാശം. നാ, വെട്ടി വെട്ടി തിന്നോ പണ്ടാറം കൽവി. നമസ്കാരം. നമസ്കാരം. ഷേണായി, ആ സെയിൽ ടാക്സിന്റെ കണക്കുകൾ ഒന്ന് ശരിയാക്കണം. കഴിഞ്ഞ മാസത്തെ കണക്കേ ബാക്കിയുള്ളൂ. അതുകൂടി ശരിയാക്കി വെച്ചേക്കൂ. സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാർ എപ്പോഴാണ് കയറി വരികയെന്നറിയില്ല. ഇവിടെ ഇരുന്ന് എഴുതണ്ട. ആ ബുക്കുകളും എടുത്തുകൊണ്ട് എന്റെ ബംഗ്ലാവിലേക്ക് പോയിക്കോളൂ. ശരി. രാമഷേണായിയുടെ അമ്മയല്ലേ? അതെ. വെയിലത്ത് നടന്ന് ചാണം പെറുക്കുന്ന എന്തിനാണ്? വളത്തിനാണോ? ചിതയ്ക്കാണ്. ചിതയ്ക്കോ? ആ, എനിക്ക് വയസ്സായിരിക്കല്ലേ. എന്റെ മോന് വേണ്ടിടത്തോളം പ്രാരാബ്ധമുണ്ട്. എന്റെ ശവദാഹത്തിന് കൂടി അവനെ ബുദ്ധിമുട്ടിപ്പിക്കരുതല്ലോ. അതുകൊണ്ട് ഞാൻ മരിച്ച എന്റെ ശവദാഹത്തിന് ആവശ്യമുള്ള ചാണകവരളികൾ ഞാൻ തന്നെ ഉണ്ടാക്കി വെക്കുകയാണ്.